നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് എൻ്റെ ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് മൂന്ന് മേഖലയിലാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ വരുന്നത്. റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആപ്ലിക്കേഷൻ, ഒന്ന് ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻ. എന്തിനാണ് നമ്മൾ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട്സ് മെയിൻലി നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോർ ഡിറ്റക്റ്റിംഗ് സം വേരിയസ് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് അല്ലേ. അപ്പോൾ ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻ ഡയഗ്നോസ് ചെയ്യാനും, പിന്നെ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ, സ്റ്റെറിലൈസേഷൻ. അപ്പോൾ ഈ ഇത്രയും മേഖലകളിലാണ് കൂടുതലായിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുമ്പോൾ മൂന്നെണ്ണമാണ്: ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷൻ, തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ ആൻഡ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ഡയഗ്നോസ്റ്റിക് ഇപ്പോൾ ഇത് ഓരോന്നും ആപ്ലിക്കേഷൻ പറയുമ്പോൾ മെയിനായിട്ട് ഇതിനകത്ത് വേണ്ട അതിൻ്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ എക്സാമ്പിൾസ് കറക്റ്റായിട്ട് ഓർത്തിരിക്കുക ഓരോ ആപ്ലിക്കേഷനകത്തും. ഡയഗ്നോസ്റ്റിക് ആപ്ലിക്കേഷനകത്ത് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ആർ ഡെവലപ്ഡ് ഓൺ ദ ബേസിസ് ഓഫ് ADME. അതായത് ഒരു ഡ്രഗ് നമ്മൾ കഴിക്കുമ്പോൾ അതിന് ഈ 4 പ്രോസസ്സാണ് നടക്കുന്നത്. അതിൻ്റെ അബ്സോർപ്ഷൻ, ബോഡിയിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതിൻ്റെ മെറ്റബോളിസം, എക്സ്ക്രീഷൻ, അതൊക്കെ. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് പറയുന്നത്, ഓൺ ദ ബേസിസ് ഓഫ് ADME. ഇപ്പോൾ നമ്മൾ ഒരു റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ ഒരു പേഷ്യൻ്റ് നമ്മളത് എടുക്കുമ്പോൾ ഡയഗ്നോസ് ചെയ്യുകയാണ് ചെയ്യുന്നത് ത്രൂ ഏത് റേഡിയേഷൻ. അത് വെച്ചിട്ട് കറക്റ്റായിട്ട് ആ പേഷ്യൻറ്റിൻ്റെ എവിടെയാണോ ഇപ്പം നമ്മൾ മെയിൻലി നമ്മളത് യൂസ് ചെയ്യുന്നത് വേരിയസ് ക്യാൻസേഴ്സൊക്കെ ഡയഗ്നോസ് ചെയ്യാനാണ്. അപ്പോൾ കറക്റ്റ് ടാർഗറ്റഡ് ഏരിയയിൽ നമുക്കത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാൻസേഴ്സ് ഉണ്ട്, ബ്രസ്റ്റ് ക്യാൻസേഴ്സ്, തൈറോയിഡ്, അങ്ങനെ ഒത്തിരി ക്യാൻസേഴ്സ് ഉണ്ട്. അപ്പോൾ കറക്റ്റ് ഏരിയയിൽ നമുക്ക് ഡയഗ്നോസ് ചെയ്യാനായിട്ട് ബൈ യൂസിങ് റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ കോമ്പൗണ്ട്സ് നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ബൈ അഡ്മിനിസ്ട്രിങ് എ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽ to a patient, the images of a target site, it can be produced by a gamma camera. The images are then analyzed by the nuclear medicine to detect any medical problems. So correct ആയിട്ട് ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമുക്ക് ഇതിനകത്ത് പറ്റുന്നുണ്ട്. അതിന് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഫോസ്ഫറസ് 32 is used for the diagnosis of ഓരോ റേഡിയോ ആക്റ്റീവ് കോമ്പൗണ്ട് ആണ്. ഫോസ്ഫറസ് 32 is used for the diagnosis of cancer. Iodine 131, it is for the determination of thyroid function. Chromium 51 is used for diagnosis of red blood cell survival and red blood cell volume. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെ എക്സാമ്പിൾസ് പഠിക്കുക. പിന്നെ തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷനാണ് പറയുന്നത്. തെറാപ്യൂട്ടിക് ആപ്ലിക്കേഷൻ ഇസ് മെയിൻലി ഫോർ തെറാപ്യൂട്ടിക് ആക്ഷൻ. അതായത് നമ്മളിത് അപ്ലൈ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് ഏതാണോ ക്യാൻസറസ് എന്ന് പറയുമ്പോഴത്തേനും മൾട്ടിപ്പിളായിട്ട് സെൽ ഡിവിഷൻ നടക്കുകയാണ്. അപ്പോൾ അതിനെ ഡിസ്ട്രോയ് ചെയ്യുക. നമ്മുടെ ലിവിങ്